അങ്ങാടി നേർച്ചയിലാണ് ഇപ്പൊ കഞ്ഞിക്കാര വരവ് കഴിഞ്ഞ് ഇവിടെ എല്ലാവർക്കും കഞ്ഞി വിളമ്പി കൊടുത്ത് കമ്മിറ്റിപ്പെട്ട ആൾക്കാരാണ്. എത്ര ചാക്ക് അരി ഇവിടെ 300 ചോട കണ്ടിട്ട് 200, 258, 300ഓളം വന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ പുതിയങ്ങാടി 3 ദിവസം ഇങ്ങനെ കഞ്ഞി വെച്ച് ടൈമുണ്ട്. രാവിലെ 7 മണിക്ക് തന്നെ നേരത്തെ തുടങ്ങിയ കാലത്ത് തന്നെ 3 ദിവസം അതേമാതിരി രാവിലെ ഒരു 2 മണി വരെ 2:30, 3 മണി വരെ എല്ലാവർക്കും കൊടുക്കും. എത്ര ആള് വരുന്നുണ്ടോ അത്രയും ആൾക്ക് കഞ്ഞി പാത്രത്തിൽ കഴിക്കാനും കൊടുക്കും. കൊണ്ടാകാൻ വേണമെങ്കിൽ അതും പണ്ട് കാലത്തൊക്കെ ഈ ഭക്ഷണം കൊണ്ടുപോയിട്ട് അതിന് ചോറ് വെച്ചിന്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലേക്ക് ചോറ് കൊടുന്നിട്ട് അത് വെച്ചിട്ട് ഈ ഇതായിട്ട് ചോറ് വെച്ചിന്. ആ സംവിധാനമൊക്കെ പോയി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ എല്ലാ കൊല്ലവും ആൾക്കാർ പണ്ട് കാലത്ത് ഞങ്ങളെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന സംഭവമൊക്കെ എന്ന് പറഞ്ഞാല് ഈ ചോറ് എത്തിയിട്ട് വേണം നമുക്ക് വയ്ക്കാൻ. ഈ കഞ്ഞിന്റെ അരി ചോറ് എത്തിയിട്ട് ആ കാലഘട്ടത്തിൽ ചെമ്പ് കണക്കിലാണ് ചോറ് കഞ്ഞി കൊണ്ടുവരുന്നത്. അന്നും കഞ്ഞിയാണോ അരിയാണോ? ഈ ഒരു കഞ്ഞിന്റെ പ്രത്യേകത എന്താ? ഈ ഒരു നേരത്തെ ഈ ഒരു സാധാരണ നേരത്തെ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് കഞ്ഞിന്റെ പരിപാടി മനസ്സിൽ തന്നെ വിചാരിച്ചു വരികയാണ്. വളരെ സുഖമായിട്ട് കഴിച്ചാൽ അവർക്ക് അതിനായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ മീൻകാർ തുടങ്ങി വെച്ച അന്ന് മീൻകാർ പിന്നെ നടത്തിയ ഒരു ഇതാണ് കഞ്ഞി കമ്മിറ്റി എന്ന് പറഞ്ഞത്. അവരിത് മീൻ കിട്ടിയ കുറച്ച് സ്വരൂപിച്ച് വെക്കും പൈസ. അതിൽ നിന്ന് അവർ അരിച്ചാക്കൊക്കെ വാങ്ങി കഞ്ഞിക്ക് ഉണ്ടാക്കി വെക്കും. ആ ഭക്ഷണം അതിന് ഇവർ കൊടുത്തിന്. അങ്ങനെ നടന്നതാണ്. അത്രയോ കാലങ്ങളോളം നടന്ന പരിപാടിയാണ്. ഇതിലിപ്പോ എല്ലാരും ഏത് പണക്കാരാണ് എല്ലാ മതസ്ഥരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാരും പങ്കെടുക്കും. എല്ലാവർക്കും പങ്കെടുക്കുകയും ചെയ്യാം. എല്ലാവർക്കും കൊടുക്കുകയും എല്ലാവർക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും എല്ലാവരും ഒരേമാതിരി സജീവമായിട്ട് രംഗത്തുണ്ട്. ഇപ്പൊ 172. ഇനിയിപ്പോ ഇത് കഞ്ഞിന്റെ കഴിഞ്ഞാല് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ബാക്കിയുള്ള അരി കഞ്ഞി കൊടുത്തിട്ട് ബാക്കിയുള്ള അരി ഞങ്ങൾ മറ്റുള്ള ചെലവുകൾ കഴിച്ചാൽ ബാക്കി എത്ര അരി ഉണ്ടോ അത്രയും അരി ഞങ്ങൾ വിതരണം ചെയ്യും. 1400, 1500ഓളം ആൾക്കാർക്ക് ഞങ്ങൾ ടോക്കൺ കൊടുത്തിട്ട് ആ അരി ഞങ്ങൾ അടുത്ത ഞായറാഴ്ച 4 മണിക്ക് അരി ഇനിയും വന്നുകൊണ്ടിരിക്കും. ചിലപ്പോ അത് 300 എന്നല്ല അതിലും കവിയാൻ സാധ്യതയുണ്ട്. അതവർ ദാനം ചെയ്യാണ്. അവർ കുതിർത്തിനനുസരിച്ച് ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മൾ പോയി വിരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നല്ല. ആ ടൈം ആകുമ്പോ ഞായറാഴ്ച രാവിലെ ആകുമ്പോ അതിന്റെ സാധനം ഇനി നമുക്ക് കഞ്ഞിക്കാരത്ത് കഴിഞ്ഞ് ഇനിയിപ്പോ ഉച്ചക്ക് 4-3 മണിക്ക് ശേഷം വരവ് തുടങ്ങും. തിരൂര് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലാണ് വരവ്. അതിന്റെ പൊടി കൊടുത്തിട്ട് അപ്പൊ ഓക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മളെ പുതിയങ്ങാടി നേഴ്സിന്റെ കഞ്ഞിന്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3-4 മണിയാകുമ്പോ 10 ആനല്ലേ ഉള്ളത് ഇവിടെ അല്ലെ? 10 ആനയുള്ളത്. അത് നമ്മളെ താഴെപ്പാലാണ് ഇപ്പൊ ആനകളൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. കഞ്ഞിന്റെ ഇവിടെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓക്കെ.